ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അന്ത്യകാല സംഭവങ്ങൾ ബൈബിൾ റെഫറൻസ് ഇവിടെ എടുത്ത് കാണിക്കാൻ വേണ്ടി, അതായത് അത്യാവശ്യത്തിന് നമ്മൾ ബൈബിൾ റെഫറൻസ് നോക്കുമ്പോൾ അതെല്ലാം ഒന്ന് കളക്ട് ചെയ്ത് ഒരു ലിസ്റ്റാക്കിയിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്തിരിക്കുക. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം, എനിക്ക് നാളെ ഒരു സമയത്ത് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഹെൽപ്പായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. മറ്റുള്ളവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളിത് ഈ ഡീറ്റെയിൽസ് നോട്ട് ചെയ്ത് വെച്ചാൽ അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നമ്മളിതിനെക്കുറിച്ചൊക്കെ അറിവില്ലാത്തവരാകരുത്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അന്ത്യകാല സംഭവങ്ങൾ, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും പിശാചിൻ്റെ തോൽവിയും ദൈവത്തിൻ്റെ ആത്യന്തിക വിജയവും, ഇത് വേദപുസ്തകത്തിലെ വിവിധ അധ്യായങ്ങളിൽ കിടക്കുന്നത് ഇവിടെ ഒന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടക്കമെന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 3:15. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. അപ്പോൾ അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇത് 2-ാം സങ്കീർത്തനത്തിലാണ് ജാതികൾ കലഹിക്കുന്നത്, വംശങ്ങളത് യഹോവയ്ക്കും അവൻ്റെ അഭിഷേകത്തിനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും. അതുപോലെ 83, ഞാനത് ഇത് രണ്ടാമത് 2 ഫയലുണ്ട് എൻ്റെ കയ്യിൽ. ഇപ്പം ഞാനിത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ChatGPT സഹായത്തോടുകൂടി ലിസ്റ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ എൻഡ് ടൈം ഈവൻസ് നമ്മൾ കറക്റ്റായിട്ട് പ്രോംപ്റ്റ് കൊടുത്താൽ ഇത് കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ അതുപോലെ തന്നെ എൻഡ് ടൈമിൽ നടക്കേണ്ട യുദ്ധങ്ങൾ, ഇതിപ്പോൾ അടുത്ത ഫയലിനകത്ത് ഞാനത് രണ്ടായിട്ടാണ് ചെയ്തേക്കുന്നത്. 2 വേർഡ് ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്തതാണ്. അപ്പോൾ ഇത് ദൈവവചനത്തിൽ നിന്ന് ഈ റെഫറൻസ് നിങ്ങളെ ദൈവവചനം പഠിക്കാൻ വളരെ സഹായിക്കും. പലയിടത്തായിട്ട് കിടക്കുന്ന എൻഡ് ടൈം ഈവൻസ്, ആദ്യം പഴയ നിയമത്തിൽ ഉൽപ്പത്തി മുതൽ സങ്കീർത്തനം, യെശയ്യാ പ്രവചനം, യെഹെസ്കേലിൻ്റെ പുസ്തകം പ്രത്യേകം പഠിക്കേണ്ടതാണ്. യെഹെസ്കേലും ദാനിയേൽ പ്രവചനവും ഇത് വരാൻ പോകുന്ന സംഭവങ്ങളെ വളരെ വ്യക്തമായി പറയുന്ന 2 പുസ്തകങ്ങളാണ്. അതിനകത്ത് പ്രത്യേകിച്ച് യെഹെസ്കേൽ 32, നമ്മളിപ്പോൾ ഫേസ് ചെയ്യാൻ പോകുന്ന യുദ്ധങ്ങളെക്കുറിച്ചായി പറയുന്നത്. അതുകൊണ്ട് വെറുതെ ഇത് യുദ്ധങ്ങളെക്കുറിച്ച് കേട്ട് പേടിച്ചിരിക്കാൻ വേണ്ടി അല്ല പറയുന്നത്. നമ്മളിത് കണ്ട് മനസ്സിലാക്കി കാര്യങ്ങൾ ഗ്രഹിച്ച് ദൈവം തൻ്റെ പദ്ധതി ഏത് കാലം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഇപ്പോഴേതാണ്ട് 6000 വർഷത്തോട് അടുക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന 24-ാം തീയതിയാണ് 1984 ഞാനത് വിട്ടുപോയി, ഇന്ന് കേട്ടതാണ്. അത് അത്രയും വർഷങ്ങൾ പൂർത്തിയാകുകയാണ് അടുത്ത ഈ കാഹളനാഥ പെരുന്നാളിനോട് കൂടി. അപ്പോൾ ഇതൊന്നും നമ്മൾ കണ്ണടയ്ക്കരുത്. ചരിത്രത്തിലുള്ള 6000 വർഷത്തെ ശത്രുതയും വെറുപ്പും. പിശാചിന് ആകെ ആവശ്യമുള്ളത് ആരാധിക്കപ്പെടണം, ആരാധനയാണ്. അതുകൊണ്ടാണ് യഹൂദന്മാരോട് ഇത്രയും ശത്രുതയുള്ളത്. അവർ മാത്രമാണ് പിശാചിന് എതിരായിട്ട് നിൽക്കുന്നത്. ഒറ്റ രാജ്യമേ ഉള്ളൂ, ദൈവം തൻ്റെ സ്വന്തം ദേശമെന്ന് പറഞ്ഞ ഒറ്റ രാജ്യം. അവിടെ ഉത്തരഗിരിയായ സിയോൻ പർവ്വതം, ആ ഒരൊറ്റ സ്ഥലത്തു നിന്നാണ് കർത്താവ് രാജാവായി ഭരിക്കുന്നത്. നമ്മളിത് കാണാതിരിക്കരുത്. വെറുതെ നമ്മളിതൊന്നും അറിഞ്ഞില്ലാത്ത മട്ടിരിക്കരുത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് സക്കറിയ പ്രവചനത്തിൽ യെരൂശലേം പിടിക്കപ്പെടുമെന്നും നശിപ്പിക്കപ്പെടുമെന്നും, അതുപോലെ തന്നെ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരായിട്ട് വരുമെന്നും, ഇതെല്ലാം വിശദമായിട്ട് പഴയ നിയമ പ്രവചന 39 പുസ്തകങ്ങളിലായിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ആ പറഞ്ഞിരിക്കുന്നത് തന്നെ പുതിയ നിയമത്തിൽ അതിൻ്റെ നിവൃത്തീകരണമാണ്. മത്തായി 24 കാണുന്ന നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ച് കേൾക്കുമെന്നും അതുപോലെ തന്നെയാണ് മർക്കോസിലും പറയുന്നത്. അതുപോലെ രാജ്യങ്ങൾ എല്ലാം ഡിസ്ട്രസ് എന്ന് പറഞ്ഞാൽ എന്താ, ഭൂലോകത്തിന് എന്ത് സംഭവിക്കുമെന്ന് ഭയപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കും. നമ്മുടെ കണ്ണിന് മുമ്പിലാണ് ഇതൊക്കെ നടക്കുന്നത്.
കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു, വാതിലടയാൻ പോവുക. ഞാനിത് ഇന്നലെയും ഞാൻ പല പല വീഡിയോകളിലായിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം എൻ്റെ വീഡിയോ ആരും കാണുന്നൊന്നുമില്ല, ആകെ പോയി 2-3 പേര് കാണും. അതൊന്നുള്ളതല്ല പ്രശ്നം. ഇത് എൻ്റെ സ്വന്തം റെക്കോർഡിന് വേണ്ടി ഞാൻ ചെയ്തു വയ്ക്കുന്നതാണ്. അപ്പോൾ തന്നെ ഇത് നിങ്ങൾക്കൊരു വലിയ അനുഗ്രഹമായിട്ട് മാറും. ഈ റെഫറൻസ് ഉപയോഗിച്ച് ദൈവവചനം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും, പിശാച് ഭരണം ഏൽക്കുന്നതും ഈ വരാൻ പോകുന്ന യുദ്ധങ്ങളെക്കുറിച്ച് ഞാൻ വേറൊരു ഫയലുണ്ട്, ഇതിനകത്ത് തന്നെ ചെയ്താൽ മതിയായിരുന്നു. അത് ഞാൻ വേറൊരു ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ കാണിക്കായിരുന്നു. ഇത് കാണിച്ചിട്ട് വരാൻ പോകുന്ന ഇപ്പോൾ നടന്ന 83 സങ്കീർത്തനം നന്നായിട്ട് വായിക്കണം. ചുറ്റുമുള്ള ജാതികളെല്ലാം ഇസ്രായേലിൻ്റെ പേര് തുടച്ച് നടക്കത്തില്ല. ദൈവത്തിൻ്റെ കരം പ്രൊട്ടക്റ്റ് എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ, ആ ഒരൊറ്റ രാജ്യം മാത്രമേ ഉള്ളൂ പിശാചിനോട് എതിർത്ത് നിൽക്കുന്നത്. വളരെ വ്യക്തമാണ്. ലോകത്ത് ഒരൊറ്റ രാജ്യമാണ് പിശാചിൻ്റെ രാജ്യഭരണം. പിശാചിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് കർത്താവ് യെരൂശലേം തലസ്ഥാനമാക്കി ഭരിക്കും, ആ ഭരണത്തെ അട്ടിമറിച്ച് സ്വന്തമായി ഭരണം ഏറ്റെടുക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഈ പണിയെല്ലാം ചെയ്യുന്നത്. 6000 വർഷം കൊണ്ട് ഇത് തന്നെയാണ് പണി, അല്ലാതെ വേറൊന്നുമല്ല. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന ഈ ജാതികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വെറുപ്പൊന്നുമല്ല, അല്ലെ ഇത്രയും വെറുപ്പ് ഇത്രയും വലുതാവേണ്ട കാര്യമില്ല. ഇത് പിശാച് മാത്രം ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നത്. യഹൂദൻ എന്ന് പറയുന്നതാണ് സോഡാ കുപ്പിയിൽ വട്ട് കിടക്കുന്നത് പോലെ. ദൈവം ഏൽപ്പിച്ചതിന് ഇപ്പോഴും അവരിതിന് ഒരുപാട് അനുഭവിച്ചു. കർത്താവിനെ തിരിച്ചറിയാതെ അവരൊത്തിരി അനുഭവിച്ചു. പക്ഷേ എല്ലാ കാര്യങ്ങളും അവസാനിക്കാൻ പോയി. യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഒരു 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 കുറച്ച് ലിസ്റ്റ് കൂടെ കാണിച്ചിട്ട് ഇത് അവസാനിപ്പിക്കാം. ഇനി നടക്കാൻ പോകുന്ന യുദ്ധങ്ങളുടെ ചരിത്രമാണ് ഇവിടെ കാണുന്നത്. ആദ്യമായി നിങ്ങൾ 83 സങ്കീർത്തനം വായിക്കണം. ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളും അത് ഈ പ്രവചനം പൂർത്തിയായി എന്ന് പലരും പറയുന്നുണ്ട്. ഇനി നടക്കാനിരിക്കുന്നതാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ കഴിഞ്ഞ യുദ്ധങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ചിലപ്പോൾ അതായിരിക്കും ശരി. അപ്പം ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് ഇന്ന കാര്യങ്ങൾ അത് പറയാൻ പറ്റില്ല. പക്ഷെ ഇതാണ് സംഭവം. 83 സങ്കീർത്തനത്തിൽ ചുറ്റുമുള്ള ജാതികൾ നടം. ഏദോം എന്ന് പറയുന്നത് ഏശാവിൻ്റെ മക്കളാണ്. മോവാബ് എന്ന് പറയുന്നത് ലോത്തിൻ്റെ മക്കളാണ്. മോവാബ് അമ്മോൻ എന്ന് പറയുന്നത് ലോത്തിന്റെ 2 മക്കളാണത്. അതുപോലെ ഫിലിസ്ത്യ എന്ന് പറയുന്ന പാലസ്തീനിയല്ല, ഇത് റോമാക്കാർ കളിയാക്കിയിട്ട പേരാ പോട്ടെ. സോർ, അസീറിയ, ഇസ്മായിലൈറ്റ്സ് എന്ന് പറയുന്നത് ഇന്നത്തെ ആ ഇസ്മായിലൈറ്റ്, ഹാഗറൈറ്റ്സ് എല്ലാം ഉണ്ട്. ഇന്നുള്ള ലെബനോൻ, സിറിയ, ജോർദാൻ, ഗാസ, ഈ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ വന്ന് അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞു പോയി എന്ന് പലരും വിശ്വസിക്കാൻ കാരണം. ഈ യുദ്ധം, അടുത്ത പ്രധാനപ്പെട്ട യുദ്ധം ഗോഗ് വലിയ യുദ്ധമാണ് വരുന്നതെന്നാണ് പലരും വിശ്വസിക്കുന്നത്. അപ്പം നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി. ഇവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വരാൻ പോകുന്നതാണെന്നും അത് കഴിഞ്ഞതാണെന്നും വിശ്വസിക്കുന്നവർ, ബൈബിൾ സ്കോളേഴ്സ് 2 വിധത്തിൽ പറയുന്നുണ്ട്. അടുത്ത യുദ്ധമാണ് ഗോഗ് മാഗോഗ് യുദ്ധം. മറ്റു രാജ്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് റഷ്യ വരുന്നതാണ് ഇതിൻ്റെ പ്രധാന. ഇറാൻ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ വന്ന് കൈയിട്ട് കഴിഞ്ഞു. റഷ്യ, ഇറാൻ, ലിബിയ, എത്യോപ്യ, ടർക്കി, ഇവരെല്ലാം കൂടെ അടുത്ത രാജ്യങ്ങൾക്ക് ശേഷം അകന്ന രാജ്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിൻ്റെ കൂടാരത്തിന് എതിരായിട്ട് ഈ രാജ്യങ്ങൾ വരികയും ദൈവം അതിനകത്ത് ഇടപെട്ട് ഈ രാജ്യങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ യുദ്ധമാണ് ഈ കാണുന്നത്. ഈ ഒരു യുദ്ധത്തോടു കൂടിയാണ് ഈ യുദ്ധത്തിൽ സമാധാനം വരുത്തുന്ന ഒരു നല്ല പിള്ളയായിട്ടാണ് അന്തിക്രിസ്തു വരുന്നത്. ഈ അന്തിക്രിസ്തു ഇത് ട്രിബുലേഷനാണ്. അതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് റാപ്ചർ. റാപ്ചർ എന്ന് പറയുന്നത് പലരും പല വിധത്തിലാണ് പഠിക്കുന്നത്. ചിലത് പോസ്റ്റ് ട്രിബുലേഷൻ റാപ്ചർ പറയുന്നുണ്ട്, പ്രീ ട്രിബുലേഷൻ എന്ന് പറയുന്നുണ്ട്, എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറയാം. ഇതൊരു മഹോപദ്രവ ഗോഗ് യുദ്ധം. ഈ എസെക്കിയേൽ 38-39 റഷ്യയുടെ ഇതോടുകൂടി ഇവിടെ റഷ്യയുടെ പേര് റഷ്യ ഉണ്ട്. ഓക്കെ, റഷ്യയോട് ചേർന്ന് റഷ്യയും ഇറാനും ലിബിയയും എത്യോപ്യയും ടർക്കിയും, ഈ രാജ്യങ്ങളുടെ പേരാണ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്.
ഈ യെഹെസ്കേൽ 38:8 മുതൽ 11 വാക്യങ്ങൾ നോക്കുമ്പോൾ അത് മനസ്സിലാവും. ഈ യുദ്ധത്തിൽ ഈ രാജ്യങ്ങളെ ദൈവം നശിപ്പിക്കും. സൂപ്പർ നാച്ചുറലായിട്ട് ദൈവം ഇതിനകത്ത് ഇടപെടും. ഈ രാജ്യങ്ങൾ നശിക്കും ഈ യുദ്ധത്തോടുകൂടി. അപ്പോൾ ഇതിൻ്റെ അകത്ത് സമാധാനം വരുത്തുന്നവനായിട്ട് വേണം മിക്കവാറും ഈ കൺഫ്യൂഷനിൽ വന്നു കയറുന്ന ഒരു വലിയ മര്യാദരാമനായ ഒരു നേതാവായിട്ടാണ് അന്തിക്രിസ്തു വരുന്നത്. എതിർ ക്രിസ്തു, അന്തിക്രിസ്തു എന്ന് പറയാൻ പാടില്ല, എതിർ ക്രിസ്തു, പിശാചിന്റെ ഭരണം 7 വർഷം. നമ്മൾ ഇതിൻ്റെയൊക്കെ വക്കത്ത് ചെന്ന് നിൽക്കി. ഇത് പറയുമ്പോൾ എനിക്ക് വീണ്ടും ഇത് പറയാം. ഇത് തമാശയായിട്ട് എടുക്കരുത്. ഉപദേശിമാർ പണിയില്ലാത്തതുകൊണ്ട് പറയുകയല്ല. ദിസ് ഈസ് വെരി ക്ലോസ് ആൻഡ് ഇറ്റ്സ് വെരി റിയൽ. വളരെ റിയലാണ്. ഇത് നടക്കും, നമ്മുടെ കണ്ണിന് മുന്നിൽ നടക്കും. യുദ്ധം നടക്കും. ഈ രാജ്യങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ പിശാച് ഭരണമേൽക്കും. 3.5 വർഷം അവൻ നല്ല പിള്ളയായിരിക്കും. എല്ലാവരും, യഹൂദനും മുസ്ലിങ്ങളും മറ്റ് ജാതികളും എല്ലാം ഇവൻ്റെ 7 കൊല്ലത്തെ ഭരണത്തിൽ തള്ളപ്പെട്ട ജാതി. ഇപ്പം ഇത് ട്രിബുലേഷന് മുമ്പ് റാപ്ചർ നടക്കുകയാണെങ്കിൽ സഭ ഇവിടെ ഉണ്ടാകത്തില്ല. 3.5 വർഷം ഇവൻ ഒരുവിധം സൽഭരണം നടത്തും. പിശാച്, ഇത് സാക്ഷാൽ പിശാച് തന്നെയാണ്. യഹൂദൻ പറയും ഞങ്ങൾക്ക് ക്രിസ്തു വന്നു എന്ന് പറയും, മുസ്ലിങ്ങൾ പറയും ഞങ്ങളുടെ മഗതി. അപ്പൊ ഇവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടുകൂടി ഇവനെ സ്വീകരിക്കും. വളരെ ഡീസൻ്റായിട്ട് ഭരിക്കും. പകുതിയാവുമ്പോൾ തനിനിറം കാണിക്കും. അവൻ യെരൂശലേമിൽ വന്ന് ഇനി എല്ലാവരും എന്നെ ആരാധിച്ചോളാൻ പറയും. അല്ലേ, ക്രിസ്തു അല്ലയോ, ആരാധിച്ചോളാം. അപ്പോഴാണ് യഹൂദന് ക്ലിക്ക് ചെയ്യുന്നത്, മുസ്ലിങ്ങൾക്കും ക്ലിക്ക് ചെയ്യും. അപ്പൊ ഇവനോട് കൂടി നിന്നവർ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാകും. അതാണ് ഏറ്റവും വലിയ മഹോപദ്രവം എന്ന് പറയുന്നത്. യാക്കോബിന്റെ കഷ്ടകാലം 7 കൊല്ലം എന്ന് പറയുന്നത് തന്നെ യാക്കോബിന്റെ കഷ്ടകാലം. അതേ 3.5 വർഷം, 1260 ദിവസം എന്ന് പറയുന്നത് അങ്ങേയറ്റം ലോകം ഉണ്ടായതിന് ശേഷം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയ സംഭവങ്ങൾ, വലിയ പീഡയും പ്രയാസങ്ങളും ഒക്കെ. ഒരു വശത്ത് ദൈവത്തിൻ്റെതായ ഇടപെടലുണ്ട്, ഒരു വശത്ത്. മറുവശത്ത് പിശാചവന്റെ തനിനിറം കാണിച്ച് ഭരിക്കുന്ന 3.5 വർഷം. ഇതിനകത്തൂടെ കടന്നു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് കർത്താവ് തുറന്നിട്ടിരിക്കുന്ന വഴിയുണ്ട്. കണ്ണടച്ചിരുട്ടാക്കരുത്. ഈ വഴിയിൽ കൂടെ മാത്രം രക്ഷപ്പെടും. ഇത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഈ യുദ്ധത്തിന്റെ അവസാനം ഉണ്ടാകുന്ന ഈ കഷ്ടകാലം, ട്രിബുലേഷന്റെ അവസാനം ഉണ്ടാകുന്ന യുദ്ധമാണ് അർമഗദോൻ എന്ന് പറയുന്നത്. ഈ ട്രിബുലേഷൻ പീരീഡിന്റെ അത് ക്രിസ്തു സ്വന്തം ആർമിയോടുകൂടി കടന്നു വന്ന് ഈ കാര്യങ്ങൾക്കെല്ലാം അവസാനം വരുത്തി 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണത്. ഞാൻ ഇനിയും പറയുന്നു, വർഷം യഹൂദന്റെ കലണ്ടറിൽ വർഷം ചേഞ്ച് ചെയ്യുന്നത് ഈ മാസം 23-ാം തീയതിയാണ്. ഈ മാസം 23-ാം തീയതി ലോകം അവസാനിക്കുന്നതെന്നല്ല പറയുന്നവരുണ്ട്. ആയിക്കോട്ടെ. കാഹളനാഥ പെരുന്നാൾ വളരെ ക്രൂഷ്യലാണ്. ഇനി 14, അതായത് 6000 വർഷം യഹൂദന്റെ കലണ്ടറിൽ വരാൻ ഇനി 14 വർഷം ഇപ്പോഴുള്ളൂ. അപ്പോൾ 586 ഇപ്പോഴും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴാണ് വർക്ക് ചെയ്തു തുടങ്ങിയത്. അപ്പോട്ടെ. അപ്പോൾ കർത്താവ് തിരിച്ചു വരുന്ന കാലമാണ് ഇത്. വേദപുസ്തകത്തിൽ അതിൻ്റെ റെവലേഷനകത്ത് വായിക്കുക. അതുപോലെ ഫോൾസ് പ്രോഫറ്റ് എന്ന് പറയുന്ന കള്ളപ്രവാചകനും മൃഗവും കള്ളപ്രവാചകനും എല്ലാം തീപ്പൊയ്കയിൽ തള്ളപ്പെടും. 1000 വർഷം ദൈവം ഈ ഭൂമിയിൽ രാജാവായി, അവൻ രാജാവാണ്, പ്രവാചകനാണ്, പുരോഹിതനാണ്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയാം. ക്രിസ്തു യേശു പിതാവ് ദൈവം, അവൻ രാജാവാണ്, അവൻ പുരോഹിതനാണ്, പ്രവാചകനാണ്. പ്രവാചകനും പുരോഹിതനുമായ 2 റോളുകൾ കഴിഞ്ഞു. ക്രിസ്തുവിനെ സംബന്ധിച്ച് ഇത് പറയേണ്ടതായതുകൊണ്ട് ഞാനിവിടെ നിർത്തി പറയുന്നു. ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള 2 റോളുകൾ കഴിഞ്ഞു. അവൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ സംഭവിച്ചു. ഈസ് എ പ്രോഫറ്റ്. അവനിന്ന് സ്വന്തം രക്തം കാഴ്ചവെച്ച് ബലിയർപ്പിച്ച് പിതാവിൻ്റെ വലതുഭാഗത്തിൽ നമുക്കായി മധ്യസ്ഥത അണയ്ക്കുന്നു. പുരോഹിതന്റെ റോളും അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ചെയ്യാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഉള്ളിൽ ക്രിസ്തു രാജാവാകുന്നുവെങ്കിൽ ഭൂമിയിൽ അക്ഷരീകമായി ക്രിസ്തു രാജത്വമേൽക്കും.
അത് ഒഴിവാക്കാനും അത് അവോയ്ഡ് ചെയ്യാനും സ്വന്തമായി ഭരണം പിടിക്കാനുമാണ് പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ കാണുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള വാറൊന്നും അല്ല ഇപ്പം നടക്കുന്നത്. ഇത് പിശാചും ദൈവവും തമ്മിലുള്ള ദൈവത്തിന്റെ പദ്ധതിയെ തുരങ്കം വെക്കാം. പിശാചിനോട് ദൈവത്തോട് നേരിട്ട് ഏറ്റുമുട്ടാൻ പിശാച് ഒന്നുമില്ല, ചുമ്മാ അത് ഊതിയാ പറന്നു പോകുന്ന സാധനമേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിക്കെതിരായിട്ടുള്ള പിശാചിന്റെ സംഭവങ്ങളാണ്, പിശാചിന്റെ നടപടികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അർമഗദോന് ശേഷം ഉള്ളത് 1000 വർഷത്തെ സ്വസ്ഥതയാണ്, ക്രിസ്തുവിന്റെ ഭരണമാണ്. ഇനിയും ഒരു യുദ്ധം കൂടെ ഉണ്ട്, ഗോഗുമാഗോഗ്, വീണ്ടും യുദ്ധം ഉണ്ടാകും. 1000 വർഷത്തിന് ശേഷം പിശാചിനെ അഴിച്ചുവിടും. ആ പിശാച് വീണ്ടും ഇറങ്ങി മനുഷ്യരെ തെറ്റിച്ച് വീണ്ടും ദൈവത്തോട്, അതാണ് രണ്ടാമത്തെ അന്ത്യന്യായവിധി. ഇതിന് ശേഷമേ വരത്തുള്ളൂ. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരെല്ലാം ഭാഗ്യവാന്മാരെന്ന് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് 1000 വർഷത്തിന് മുമ്പ്, ഇത് തുടക്കത്തിന് മുമ്പ് മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോടുകൂടി 1000 വർഷം. അതിനുശേഷം വീണ്ടും പിശാച് ഒരു യുദ്ധം കൂടെ നടത്തിക്കും. അത് ഫൈനൽ യുദ്ധമാണ്. അതോടുകൂടി പിശാചിന്റെ കാലം കഴിഞ്ഞു. ലോകത്തിന്റെ നിത്യത ആരംഭിക്കും. ആ നിത്യത ആരംഭിക്കുന്നത് അതാണ് റെവലേഷൻ 20, വെളിപാട് പുസ്തകത്തിന്റെ 20:7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. ഇത് ക്രിസ്തുവിന്റെ ഭരണത്തിന് ശേഷം ഉണ്ടാകുന്ന യുദ്ധമാണ്. ആ യുദ്ധമാണ് ഫൈനൽ. അത് കഴിഞ്ഞാൽ അന്ത്യന്യായവിധിയാണ്. സാത്താനെ പെർമനൻ്റായിട്ട് തീപ്പൊയ്കയിൽ തള്ളിയിടും. അത് ഇതെന്ന് പറയുന്നത് എസെക്കിയേൽ 38-39 പറഞ്ഞതല്ല എന്ന് എടുത്തുകൂടി പറയുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ഇപ്പം എൻ്റെ വാക്കുകളൊക്കെ നോക്കേണ്ട കാര്യമില്ല. ദൈവവചനത്തിൽ ഈ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് ചിന്തിച്ച് തീരുമാനമെടുക്കുക. നാളെ ആരും പറഞ്ഞില്ലെന്ന് കേൾക്കരുത്, പറഞ്ഞില്ലെന്ന് ചിന്തിക്കരുത്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തുപോയി. ഈ വാതിൽ അടയാൻ പോവുകയാണ്. ഇത് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാളും തുറക്കുകയില്ല. ആരും തുറക്കാതെ കൊണ്ട് അടയ്ക്കുന്നവനാണ് ദൈവം. അപ്പോൾ ഗൗരവമായ വിഷയമാണ്. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷിക്കപ്പെടും. കർത്താവായ യേശുവിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തനും നശിക്കുകയില്ല. കുടുംബം രക്ഷപ്പെടും, മനുഷ്യൻ രക്ഷപ്പെടും. നിത്യത എന്ന് പറയുന്നത് തമാശയല്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.